ഞാൻ വളരെ ചെറുതായിരിക്കുമ്പോൾ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് പോസ്റ്ററൊക്കെ ഒട്ടിച്ചുന്ന സമയത്ത് തന്നെ കാണുന്ന പഞ്ചായത്തിൽ നമ്മൾ നേതാവായിട്ട് കാണുന്നതാണ് മുസ്തഫാക്കാനെയും നാസറാക്കാനെയൊക്കെ. ഉദരമണ്ണിനെ പറ്റി, മരുതലിനെ പറ്റി, നാടിനെ പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും മുസ്ലിം ലീഗിനും നല്ല പേരുള്ള നാടാണിത്. അമ്മിനിക്കാട് പോലെ 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ +2 വരെ മദ്രസയിൽ പെൺകുട്ടികൾ വിദ്യാഭ്യാസം നടത്തുന്ന ഈ നാട്. ഇവിടെ പൂവത്താനിക്ക്, അതേപോലെ തന്നെ അമ്മിനിക്കാടൊക്കെ മുസ്ലിം ലീഗിനും സമസ്തക്കും നല്ല പേരുള്ളതാണ്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതിയിൽ 100 ആളുകളോ 100 ചില്ലാനും ആളുകളാണ് ഈ കേരള സംസ്ഥാനത്ത് നിന്ന് ആ പ്രവർത്തക സമിതിയിൽ ആകെ ഉള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് തായക്കോട് പഞ്ചായത്തിൽ നിന്ന് ഇതിൻ്റെ മുമ്പ് അഭിമന്യനായ സൂഫി സാഹിബ് മാത്രമായിരിക്കും അതിൽ വന്നിട്ടുള്ള എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ മുസ്തഫ മാത്രമേ ഉള്ളൂ. അത് വലിയ ഒരു സൗഭാഗ്യമാണ്, അംഗീകാരമാണ്. പാർട്ടി നമുക്കൊരുപാട് സ്ഥാനങ്ങൾ, ഞാൻ നന്ദി പറയാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. 2 വാക്ക് സംസാരിക്കുകയാണ്, ഒരു 2 മിനിറ്റ്. നമുക്ക് പാർട്ടി ഒരുപാട് സ്ഥാനങ്ങൾ തരും, നമ്മളെ ഉയർത്തും, നമ്മൾ നേതാക്കന്മാരാകും. അത് അള്ളാഹു ഓരോരുത്തർക്കും ഓരോരോ മറ്റുള്ള ആളുകളെ വ്യത്യസ്തമായ രീതിയിൽ തരും. പക്ഷെ നമുക്ക് തിരിച്ച് പാർട്ടിക്ക് അങ്ങോട്ട് നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇവിടെ നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ, മരുതല നിന്ന് സംസാരിക്കുമ്പോൾ അഭിമാനത്തോടുകൂടെ പറയാം, കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിൽ താഴക്കോട് പ്രദേശത്ത് നിന്നും 5 വാർഡ് നഷ്ടപ്പെട്ടപ്പോൾ ആ മുസ്ലിം ലീഗിൻ്റെ അഭിമാനം കാത്ത മണ്ണാണ് ഈ മരുതല. അത് അഭിമാനത്തോടു കൂടെ പറയണം. ഞാൻ വേദനയോടുകൂടെ കഴിഞ്ഞ യോഗത്തിലൊക്കെ പറഞ്ഞു, 3, 4, 14, 17, 18 വാർഡ് ഈ താഴക്കോട് പ്രദേശത്ത് നിന്ന് മാത്രം നമുക്ക് 5 വാർഡ് നമ്മളേക്കുണ്ടായിരുന്ന വാർഡ് നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ മരുതല കാത്തു. അതിലെന്ത് ചെയ്യാം? മുസ്തഫാക്കാക്കും അഭിമാനിക്കാം. അതേപോലെ തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്, ഒരുപക്ഷെ നമ്മളൊന്നും അങ്ങനെ മെയിൻ ചെയ്യാറില്ല, ചന്ദ്രിക. എല്ലാ കാലത്തും ചന്ദ്രിക പത്രത്തിന് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നതാണ്. കാരണം ചന്ദ്രിക പത്രം അത് പാണക്കാട് തങ്ങന്മാർ ഏറ്റുപിടിച്ച പത്രമാണ്. പിന്നെ മുസ്തഫാക്ക് ഒരു മണ്ഡലം അല്ലെങ്കിൽ ബ്ലോക്ക് പ്രസിഡന്റ് ആയതോ അതല്ലെങ്കിൽ സംസ്ഥാന ഭാരവാഹിത്വത്തിക്ക് വന്നതൊന്നുമല്ല. ഞാൻ മൂപ്പരെ കുറിച്ച് കണക്കാക്കുന്ന ഏറ്റവും നല്ല കാര്യം, മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങൾ, മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഇവരൊക്കെ ഹാദിമായിട്ട് അവർക്ക് ഹിദമത്ത് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ വലിയ ഭാഗ്യം ലഭിച്ച ആളാണ് മുസ്തഫാക്ക. അല്ലെ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ഹിദമത്ത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ലേ? അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതൊരു പൊരുത്താണ്. നമ്മളെ ദുനിയവിയും ഉഹ്റവിയുമായ വിജയത്തിന് അത് കാരണമാകും. ഇത്തരത്തിൽ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചു. ഈ നാട്ടിൽ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള എല്ലാ നേതാക്കന്മാരും, ഞാൻ ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല, മുസ്തഫാക്ക പറഞ്ഞ ആശയം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടുന്ന് ഇനി ബാക്കിൽ വരുന്ന ഓരോരുത്തരെയും പേരെടുത്ത് ഓലൊക്കെ വലുതാകണമെന്നില്ല. നല്ല മാനസികാവസ്ഥയിൽ മൂപ്പരത് ഇവിടെ എടുത്തു പറയുകയും ചെയ്തു, ഇവിടുത്തെ MSFന്റെ പ്രവർത്തകരൊക്കെ. ഏതായാലും ഈ അംഗീകാരം താഴക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗിനും അല്ലെങ്കിൽ നമ്മൾ താഴക്കോടിനും അതേപോലെ മരുതലക്കുമാണ് മൂപ്പര് പറഞ്ഞത്. ഇങ്ങനെ ഈ ഇത്തരം നല്ലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച പ്രിയപ്പെട്ട നാട്ടുകാർ, മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് ഭാരവാഹികൾ എല്ലാവർക്കും ഹൃദ്യമായ രീതിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.